എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകാത്തത്? നിങ്ങൾ SEO ചെയ്യാത്തത് കൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല, അതേപോലെ തന്നെ നിങ്ങൾ ടൈറ്റിലും ടാഗും ഡിസ്ക്രിപ്ഷനൊക്കെ നന്നായിട്ട് ഇടുന്നുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് ഈ 1000 സബ്സ്ക്രൈബറും അതേപോലെ തന്നെ 4000 വാച്ച് അവറും ആകാത്തത് എന്തുകൊണ്ട്? അത് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും? അതേപോലെ എന്ത് കാര്യത്തിനും ഒരു റീസൺ ഉണ്ടാവും. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും, നമുക്ക് നടക്കാത്ത കാര്യമാണെങ്കിലും അത് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു റീസൺ ഏത് കാര്യത്തിനും ഉണ്ടാകും. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഈ 4000 വാച്ച് അവറും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ ചാനലിൽ എത്തിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് നമ്മൾ ചിലപ്പോൾ ഡെയിലി ഇടുന്നുണ്ടാവും. അതേപോലെ തന്നെ നല്ല ടാഗുകളും ടൈറ്റിലുകളും ഒക്കെ നമ്മൾ ഇട്ടാലും നമ്മളുടെ ചാനൽ റീച്ചിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടോ 2 വീഡിയോ ഇട്ടിട്ടോ ഇനിയിപ്പോൾ 10 വീഡിയോ ഇട്ടിട്ടോ 100 വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല. നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് കുറച്ച് മെനക്കെടേണ്ടതായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളും അതേപോലെ തന്നെ അതിന് പറ്റിയ ടാഗും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു 4-5 മണിക്കൂർ യൂട്യൂബിൽ തന്നെ ചിലവഴിച്ചാൽ മാത്രമേ നമ്മളുടെ ചാനൽ റീച്ചിലേക്ക് വരികയുള്ളൂ. നമ്മളുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലും 4000 വാച്ച് അവർ ആയാലും നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ കാര്യം ആദ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ മെനക്കെടാൻ കഴിയും എന്നുള്ളവർ മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങുക. അല്ലാതെ വെറുതെ വീഡിയോസ് അവിടുന്നും ഇവിടുന്നൊക്കെ വീഡിയോസ് എടുത്തിട്ടിട്ട് നമുക്ക് അങ്ങനെ അതിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. നമ്മളുടെ ചാനൽ ഒരിക്കലും ഗ്രോ ചെയ്ത് മുന്നോട്ട് വരികയും ഇല്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർ ഇന്ന് കാണുന്ന ഈ റീച്ചിലേക്ക് വ്യൂസിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അതേപോലെ മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ മില്യൺസ് സബ്സ്ക്രൈബേഴ്സിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പം ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ വെറുതെ ഒരു തമാശയ്ക്ക് അവിടുന്നും ഇവിടുന്നൊക്കെ കോപ്പി ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടിട്ട് നമുക്ക് അതിന് റീച്ച് കിട്ടിയില്ല, നമ്മളുടെ ചാനൽ മാത്രം ഗ്രോ ആകുന്നില്ല, അതേപോലെ നമ്മളെ ചാനലിൽ മാത്രം സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല, അതേപോലെ തന്നെ വ്യൂസ് വരുന്നില്ല, വാച്ച് അവർ കംപ്ലീറ്റ് ആകുന്നില്ല എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മാക്സിമം നമ്മൾ യൂട്യൂബിൽ പരമാവധി സമയം ചെലവഴിച്ച് അതിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കീവേഡുകൾ ഏതാണെന്ന് കണ്ടെത്തി ആ ടോപ്പിക്കുമായി ആ കീവേഡുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മളുടെ ചാനലിൽ ഈ പറഞ്ഞ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് ഞാൻ ടൈറ്റിലിൽ കൊടുത്തത്. അതേപോലെ തന്നെ തംബ്നെയിലും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഫോർ എ റീസൺ യൂട്യൂബ് മോണിറ്റൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് വരും. അപ്പോൾ ഈ കാര്യം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.